മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മുണ്ടേരി കുറ്റാട്ടൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന മാണിയൂർ തോടിന്റെ കൈത്തോടിൽ നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് ഇൻസ്പെക്ടറും സ്ഥലം സന്ദർശിച്ചു. മഴക്കാലത്ത് നാട്ടുകാർ മത്സ്യം പിടിക്കുന്നത് ഇവിടെ പതിവാണ്. എന്നാൽ 2 ദിവസം മുന്നെയാണ് വെള്ളത്തിന് കളർ വ്യത്യാസവും എണ്ണമയവും കണ്ടു തുടങ്ങിയത്. ഇന്നലെ മുതൽ നിരവധി മത്സ്യങ്ങൾ ചത്തുപൊന്തിയതായി നാട്ടുകാർ പറഞ്ഞു. 4 ദിവസമായി നമ്മുടെ തോട്ടിലെ വെള്ളം കറുത്തിട്ട് കാണുന്ന ഒരു കെമിക്കൽ പോലെ കാണുന്നത്. ഇപ്പോൾ മീൻ 2 ദിവസമായി മീൻ ചത്തിട്ട് പൊന്തുന്നു. അതിപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ടുള്ളത്, ഭയങ്കര വെള്ളം ഫുൾ കറുത്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇത് ഉറവിടം കിട്ടുന്നില്ല. കുറവൊരു ഭാഗത്തുനിന്ന് വരുന്ന തോടാണ് അത്. ഇവിടെ ഇപ്പം മീൻകടവ് പാലത്തിനടുത്ത് മീൻ ഫുള്ള് ചത്തിട്ട് പൊന്തിട്ടുള്ള നാടിൻ്റെ നാനാഭാഗത്തുനിന്ന് മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയും വെള്ളം കറുത്തിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. മഴ കുറഞ്ഞതുകൊണ്ടായിരിക്കണം എന്നാണ് അനുമാനിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇന്നും ഇന്നലെയായിട്ട് മത്സ്യം നന്നായിട്ട് ചത്ത് പൊങ്ങിയിട്ടുണ്ട്. നല്ല കളറുണ്ട്, കറുപ്പ് കളറുണ്ട്. അതുപോലെ ഒരു എണ്ണപ്പാട് പോലെ മേലെ വന്നിട്ടുണ്ട്. മിക്കവാറും ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളായിട്ട്. വെള്ളത്തിന്റെ അടിത്തട്ടിൽ മാത്രം കാണുന്ന ഏട്ട മത്സ്യം പോലുള്ളവ വെള്ളത്തിന് മുകളിൽ വന്ന് അവശത നേരിടുന്നതായും കാണാം. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ എം വിൻസിത എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും അന്വേഷണം നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്നും അറിയിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന മാണിയൂർ വയൽത്തോടിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇന്നലെ 2-3 ദിവസങ്ങളായിട്ട് മഴ ഇപ്പോൾ ഉണ്ട്. എങ്കിലും അവിടെ വെള്ളത്തിൽ കളറ് വ്യത്യാസം സംഭവിച്ചതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾ നമ്മളോട് കാര്യങ്ങൾ പറയുകയും ഇന്നാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൽ വെള്ളം മലിനമായിട്ടുണ്ട്, കറുപ്പ് കളറ് വന്നിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് കൂടുതലായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ കുറേ മത്സ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചത്തുപൊന്തിയതിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒരു തോട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ഉപജീവനം എന്നുള്ള രീതിയിൽ മത്സ്യങ്ങളെ പിടിച്ച് ഭക്ഷണം ആക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഈ ചത്തുപൊന്തിയതിൻ്റെ സാഹചര്യത്തിൽ അതൊന്ന് അന്വേഷിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് അന്വേഷിച്ച് ഗ്രാമപഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു. മഴക്കാലത്ത് ഉപജീവനത്തിനും ആഹാരത്തിനുമായി മത്സ്യം പിടിക്കുന്നവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ അവസ്ഥ. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കരുതലിന്റെ സ്നേഹസ്പർശം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.